ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇനി നമുക്കുള്ളത് എന്ന് പറയുമ്പോൾ നമ്മൾ മുന്നേ എടുത്തത് എന്താണെന്നുള്ള നല്ല ബോധം വേണം. എന്നുവെച്ചാൽ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്രോഗ്രാം ഓർ പ്ലാനാണ് നമ്മളന്ന് പറഞ്ഞത്. കോറായിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടെങ്കിൽ, നല്ല സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അവരെ കടയിൽ തന്നെ റീറ്റെയിൻ ചെയ്യാനായിട്ട് കമ്പനി നടത്തുന്ന ഒരു സ്ട്രാറ്റജിക്കൽ മൂവ്മെൻ്റാണ് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ. ഇതുവഴി എംപ്ലോയീസിന് കമ്പനിയുടെ ഷെയറുകൾ മാർക്കറ്റ് വിലയേക്കാൾ കുറച്ച് കൊടുക്കും. അതായിരുന്നു നമ്മൾ മുന്നേ പറഞ്ഞത്. ഇനി നമുക്ക് അടുത്തതുള്ളത് ബുക്ക് ബിൽഡിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സാണ്. ഓക്കെ, അപ്പം ധനസമാഹരണം നടത്തുക എന്നുള്ളതാണ് കമ്പനിയുടെ മുന്നിലുള്ള കാര്യം. ബുക്ക് ബിൽഡിങ്ങും ഇതുപോലെ ധനസമാഹരണം നടത്താനായിട്ട് കമ്പനി ആശ്രയിക്കുന്ന ഒരു വേ ഓഫ് ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷനാണ്. ഓക്കെ, ബുക്ക് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ്? കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷണൽ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഇൻവെസ്റ്റേഴ്സിന് കമ്പനി ഷെയറുകൾ കൊടുക്കുന്നൊരു പ്രോസസ്സ് തന്നെയാണ് ബുക്ക് ബിൽഡിംഗ്. പക്ഷേ അതിലവർ ബിഡുകൾ എന്ന് വെച്ചാൽ ഈ നമ്മൾ ലേലത്തിനൊക്കെ ബിഡുകൾ ക്ഷണിക്കുമല്ലോ, അതുപോലെ ഇനീഷ്യൽ പബ്ലിക് ഓഫർ നടത്തുന്ന സമയത്ത്, അതായത് ആദ്യമായിട്ട് കമ്പനി ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് കമ്പനി ബിഡ്സ് കളക്ട് ചെയ്യും. എന്ന് വെച്ചാൽ ഓരോ വ്യക്തികളിൽ നിന്നും ഷെയറിൻ്റെ പ്രൈസിന് പല പല പ്രൈസുകളിൽ ബിഡുകൾ കളക്ട് ചെയ്യും കമ്പനി. ഓക്കെ, അങ്ങനെ ഒരു ഫ്ലോർ പ്രൈസ് ഉണ്ടായിരിക്കും. കമ്പനി ഒരു നിശ്ചിത വില നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കും. അതിൻ്റെ മുകളിലോ താഴെയൊക്കെ ആയിട്ട് നമ്മൾ ബിഡുകൾ കളക്ട് ചെയ്യും. ഓക്കെ, ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് ആക്ച്വലി ഇതൊരു ഇൻ്റർനാഷണൽ പ്രാക്ടീസ് ആട്ടോ. ബുക്ക് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ കമ്പനി എന്ത് ചെയ്യും, പല ഒരു ഷെയറുകളിന് ഒരു ഫ്ലോർ പ്രൈസ് നിശ്ചയിച്ചിട്ട്, തറ വില നിശ്ചയിച്ചിട്ട് ദേ വിൽ കളക്ട് ബിഡ്സ് ഫ്രം വേരിയസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. ഓക്കെ, പിന്നീട് ഇവരെന്ത് ചെയ്യും, കുറച്ച് ഇവാലുവേഷൻ ക്രൈറ്റീരിയ ഉണ്ട്. അതായത് ഷെയറുകൾ കൊടുക്കാനുള്ള കുറച്ച് ഇവാലുവേഷൻ ക്രൈറ്റീരിയ ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് ഇവരെന്ത് ചെയ്യും, ഈ ഷെയറുകൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സിന് നൽകും. അപ്പം നിങ്ങളെ ശ്രദ്ധിക്കേണ്ടത്, ബുക്ക് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇൻ്റർനാഷണൽ പ്രാക്ടീസ് ആക്ച്വലി which collect order from investment bankers or institutional buyers based on certain evaluation criteria, and bids are collected from at various prices which may below or higher the floor price of the share. അതാണ് നല്ല ലെവലിൽ തലയിലേക്ക് കയറ്റി വയ്ക്കണം. ഷെയറുകൾക്കൊരു തറവിലയുണ്ടായിരിക്കും, ഒരു ഫ്ലോർ പ്രൈസ് എന്ന് പറയും. കാർഷിക വിളകൾക്കൊക്കെ താങ്ങുവില, തറവില എന്നൊക്കെ പറഞ്ഞ പോലെ ഷെയറുകൾക്കൊരു ഫ്ലോർ പ്രൈസ് ഉണ്ടായിരിക്കും. അതിൻ്റെ മുകളിലോ താഴെയായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് നമ്മൾ ബിഡുകൾ കളക്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവർക്ക് ഷെയറുകൾ അനുവദിക്കും ബേസ്ഡ് ഓൺ സർട്ടൈൻ ഇവാലുവേഷൻ ക്രൈറ്റീരിയ. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ബുക്ക് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ബുക്ക് ബിൽഡിംഗ് എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയെന്ന് കരുതുന്നു. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഉള്ളത് അലോട്ട്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റീസ് ആണ്. അലോട്ട്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ ഷെയറിൻ്റെ ആപ്ലിക്കേഷൻ മണിയെല്ലാം സ്വീകരിച്ചതിന് ശേഷം കമ്പനി ഷെയർ അലോട്ട് ചെയ്യാൻ അനുവദിക്കുന്ന ഒരു പ്രക്രിയയാണ് അലോട്ട്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റീസ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ അലോട്ട്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു പബ്ലിക്കിന് നമ്മൾ ഷെയർ ഓഫർ ചെയ്യുന്ന സമയത്ത് പ്രോസ്പെക്ടസ് വഴി കമ്പനിയുടെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പബ്ലിക്കിനെ അറിയിക്കും. നിങ്ങൾക്കറിയാം പ്രോസ്പെക്ടസിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളേണ്ടതെന്നുള്ള തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ പഠിച്ചതാണ്. അപ്പോൾ കമ്പനിയെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ട്രാൻസ്പെറൻ്റ് ആയിട്ട് പബ്ലിക്കിനെ അറിയിക്കുകയും, അങ്ങനെ അവരിൽ നിന്ന് ആപ്ലിക്കേഷൻ സ്വീകരിച്ചിട്ട് നെക്സ്റ്റാണ് നമുക്കെന്ത് അലോട്ട്മെൻറ്റ് എന്നുള്ള പ്രൊസീജിയർ വരുന്നത്. ഓക്കെ, സോ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബൈൻഡിങ് കോൺട്രാക്ട് ബിറ്റ്വീൻ കമ്പനി ആൻഡ് ദ പ്രോസ്പെക്റ്റീവ് ഷെയർ ഹോൾഡേഴ്സ്. നമ്മൾ ഷെയർ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരും കമ്പനിയും തമ്മിലുള്ള ബൈൻഡിങ് കോൺട്രാക്റ്റ് ആണ് എന്ത്, അലോട്ട്മെൻറ്റ്. ഓക്കെ,
അപ്പോൾ അലോട്ട്മെൻറ്റിൽ നമ്മൾ 2 തരം പ്രിൻസിപ്പിളാണ് അലോട്ട്മെൻറ്റിനെ സംബന്ധിച്ചുള്ളത്. ഒന്ന് ജനറൽ പ്രിൻസിപ്പിളും പിന്നെ സ്റ്റാറ്റ്യൂട്ടറി റെസ്ട്രിക്ഷൻ ഓൺ അലോട്ട്മെൻറ്റ്. ഓക്കെ, സോ ദർ ആർ 2 rules regarding allotment. First is general principles regarding allotment and second one is statutory restriction on allotment. Okay, അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം, ജനറൽ പ്രിൻസിപ്പിൾസ് റിഗാർഡിങ് അലോട്ട്മെൻറ്റ്. എന്താണ് നമ്മൾ അലോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ജനറൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ്. അതിൽ എ ആണ് അലോട്ടഡ് ബൈ പ്രോപ്പർ അതോറിറ്റി. പ്രോപ്പർ അതോറിറ്റി എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഷെയർ അലോട്ട് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, പ്രോപ്പർ അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ കമ്മിറ്റി ഓതറൈസ്ഡ് ടു അലോട്ട് ഷെയർ ഓൺ ബിഹാഫ് ഓഫ് ദ ബോർഡ്. ഒന്നുകിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ലീഗലായിട്ട് നിയമിച്ച ഏതെങ്കിലും കമ്മിറ്റിയാണ് ഷെയർ അലോട്ട് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ കമ്പനിയിലെ മറ്റുള്ള വ്യക്തികൾക്ക് ഷെയർ അനുവദിക്കാനുള്ള അധികാരമില്ല. അപ്പോൾ അതാണ് പ്രോപ്പർ അതോറിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഹൂ ഈസ് ദ പ്രോപ്പർ അതോറിറ്റി? The proper authority regarding the allotment is board of directors or the committee selected by or authorized by the board of directors. അവരാണ് ഷെയർ അനുവദിക്കാൻ പാടുള്ളൂ. ഓക്കെ, ദെൻ അലോട്ട്മെൻറ്റ് ഷുഡ് ബി അഗെയിൻസ്റ്റ് ദ ആപ്ലിക്കേഷൻ ഓൺലി. എന്ന് വെച്ചാൽ എന്താ? ആപ്ലിക്കേഷൻ കൊടുത്ത ആൾക്ക് മാത്രമേ ഷെയർ അലോട്ട് ചെയ്യാൻ പാടുള്ളൂ. ആപ്ലിക്കേഷൻ കൊടുക്കാത്ത ഒരാൾക്ക് ഷെയർ നമ്മൾ ഒരിക്കലും അലോട്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, അത് സിമ്പിളാണെങ്കിലും പക്ഷേ അത് അത്രയും ക്ലിയറാണ്. കാരണം നമ്മളൊരിക്കലും ഒരു വ്യക്തി ഷെയറിന് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് അവൻ എന്ത് ചെയ്യാൻ പറ്റില്ല? ഷെയർ അലോട്ട് ചെയ്യാൻ പാടില്ല. അതാണ് സെക്കൻഡ് റൂള്. ഓക്കെ, പിന്നെ ഒരു റീസണബിൾ ടൈമാണ്. എന്ന് വെച്ചാൽ റീസണബിൾ ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ ആപ്ലിക്കേഷൻ മണിയെല്ലാം സ്വീകരിച്ചതിന് ശേഷം ഒരു റീസണബിൾ പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ ഷെയർ അലോട്ട് ചെയ്യണം. ഓക്കെ, അപ്പം നമ്മുടെ കമ്പനിയുടെ കേസ് അല്ലെങ്കിൽ മൊത്തത്തിലുള്ള സിറ്റുവേഷൻ അനുസരിച്ച് ഈ റീസണബിൾ ടൈം പീരീഡ് വിൽ ചേഞ്ച്. ഓക്കെ, അപ്പം എന്തായാലും ഒരു റീസണബിൾ ടൈം പീരീഡിൽ നമ്മൾ ഷെയർ അലോട്ട് ചെയ്തിരിക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് എന്ത്? കമ്മ്യൂണിക്കേഷൻ. ഇങ്ങനെ ഷെയർ അലോട്ട് ചെയ്ത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആപ്ലിക്കൻറ്റിന് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. യു ആർ അലോട്ടഡ് ഷെയർസ് അങ്ങനെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? ആപ്ലിക്കൻറ്റിന് കമ്മ്യൂണിക്കേഷൻ നടത്തണം. ഓക്കെ, ദെൻ അൺകണ്ടീഷണൽ അലോട്ട്മെൻ്റ് ആണ് പാടുള്ളൂ. യാതൊരു തരത്തിലുള്ള കണ്ടീഷനും അലോട്ട്മെൻറ്റിൽ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അതാണ് ജനറലായിട്ടുള്ള പ്രിൻസിപ്പിൾസ്. അപ്പം ശ്രദ്ധിക്കുക, ഒരു കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ ദ കമ്മിറ്റി ഓതറൈസ്ഡ് ബൈ ദ ബോർഡ് ഷുഡ് അലോട്ട് ഷെയർ. അവരാണ് ആ ഷെയർ അനുവദിക്കേണ്ടത് നമുക്ക്. ഓക്കെ, അപ്ലൈ ചെയ്ത ആൾക്ക് മാത്രമേ ഷെയർ നൽകാൻ പാടുള്ളൂ. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഷെയർ നൽകിയിരിക്കണം. പിന്നെ അത് കമ്മ്യൂണിക്കേഷൻ നടത്തണം. എന്ത്? ഞങ്ങൾ നിങ്ങൾക്കിങ്ങനെ ഷെയർ തന്നു എന്ന് പറഞ്ഞത് കമ്മ്യൂണിക്കേഷൻ നടത്തണം. പിന്നെ ദ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഈ പ്രൊസീജിയർ എന്തായിരിക്കണം? അൺകണ്ടീഷണൽ ആകും. അപ്പോൾ ഇത് മനസ്സിലായി എന്ന് കരുതുന്നു. നെക്സ്റ്റ് നമുക്ക് സ്റ്റാറ്റ്യൂട്ടറി റെസ്ട്രിക്ഷൻ ഓൺ അലോട്ട്മെൻ്റ് ആണ്. എന്നുവെച്ചാൽ എന്താ? രജിസ്ട്രേഷൻ ഓഫ് പ്രോസ്പെക്ടസ് നിർബന്ധമാണ്. മനസ്സിലായല്ലോ? അലോട്ട് ചെയ്യുന്നതിനൊക്കെ മുന്നേ നമ്മുടെ പ്രോസ്പെക്ടസ് നമ്മൾ എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്തിരിക്കണം. ഓക്കെ, കമ്പനി രജിസ്ട്രാറുടെ മുമ്പിൽ പ്രോസ്പെക്ടസ് രജിസ്റ്റർ ചെയ്തിരിക്കണം. മിനിമം സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് നമ്മൾ നേടിയിരിക്കണം. ഓക്കെ, മിനിമം സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് ആയിട്ട് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് കിട്ടിയാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഷെയർ അലോട്ട് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾക്കറിയാം, മിനിമം സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടിയ അത്രയും തുക അപ്ലൈ ചെയ്ത ആൾക്ക് തന്നെ തിരിച്ചു കൊടുക്കണമെന്നാണ് കമ്പനി നിയമം പറയുന്നത്. കമ്പനി പിന്നെ ഷെയർ വിൽക്കൽ ഒരിക്കലും വാലിഡ് ആവില്ല. കാരണം മിനിമം സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് പോലും പബ്ലിക്ക് ഇത് വാങ്ങിയിട്ടില്ലെങ്കിൽ ആ കമ്പനി വിശ്വാസ്യതയില്ലാത്ത കമ്പനി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കമ്പനി ഷുഡ് കളക്ട് ദ മിനിമം സബ്സ്ക്രിപ്ഷൻ എമൗണ്ട്. സ്റ്റാറ്റ്യൂട്ടറി റെസ്ട്രിക്ഷനാണ്. ഷെയർ അലോട്ട് ചെയ്യുന്നതിനൊക്കെ മുന്നേ നമ്മൾ ശ്രദ്ധിക്കണം. എന്താ ശ്രദ്ധിക്കേണ്ടത്? ഒന്ന് പ്രോസ്പെക്ടസ് നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കണം. പിന്നെ മിനിമം സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് എന്ത് ചെയ്യണം? നമ്മൾ കളക്ട് ചെയ്തിരിക്കണം. ആഫ്റ്റർ ദാറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഷെയർ അലോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അതുപോലെ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അതിലൊന്നാണെന്ത്? പർച്ചേസ് പ്രൈസ് ഓഫ് എനി പ്രോപ്പർട്ടി പർച്ചേസ്ഡ് ടു ബി പർച്ചേസ്ഡ്. മനസ്സിലായല്ലോ? എന്തെങ്കിലും പ്രോപ്പർട്ടി നമ്മൾ പർച്ചേസ് ചെയ്താൽ അതിൻ്റെ പർച്ചേസ് പ്രൈസ് നമ്മൾ കാണിച്ചിരിക്കണം. പ്രിലിമിനറി എക്സ്പെൻസ്, ബ്രോക്കറേജ്, കമ്മീഷൻ തുടങ്ങിയ ഡീറ്റെയിൽസ് നമ്മൾ കാണിച്ചിരിക്കണം. ഓക്കെ, അതുപോലെ
കമ്പനി ഏതെങ്കിലും തരത്തിൽ എമൗണ്ട് ആർക്കെങ്കിലും റീപേ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ, നമ്മൾ കമ്പനി എന്തെങ്കിലും കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കടം റീപേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കാണിച്ചിരിക്കണം. ദെൻ വർക്കിംഗ് ക്യാപിറ്റൽ എത്രത്തോളം ഉണ്ടെന്ന് കാണിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ അതുപോലെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള എക്സ്പെൻഡിച്ചർ ഉണ്ടോ അതെല്ലാം നമ്മൾ ചെയ്തിരിക്കണം. ഓക്കെ, സാധാരണഗതിയിൽ മിനിമം സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുക. എന്താ വെച്ചാൽ എന്തെങ്കിലും പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രിലിമിനറി എക്സ്പെൻസ് മീറ്റ് ചെയ്യുക, മനസ്സിലായല്ലോ, വർക്കിംഗ് ക്യാപിറ്റൽ, ഇതെല്ലാം അത്തരം പൈസ കൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ ഇഫ് ദ കമ്പനി അണേബിൾ ടു collect the minimum subscription amount which is notified in the article of association, company should not allot share. കമ്പനി ഒരിക്കലും ഷെയർ അലോട്ട് ചെയ്യാൻ പാടില്ല. കാരണം ദേ ഫെയിൽഡ് ടു കളക്ട് ദ മിനിമം സബ്സ്ക്രിപ്ഷൻ എമൗണ്ട്. അപ്പോൾ ഒരു കമ്പനിയെ സംബന്ധിച്ച് മിനിമം സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്ത്, മിനിമം സബ്സ്ക്രിപ്ഷൻ എമൗണ്ട്. അത് കിട്ടിയിട്ടില്ലെങ്കിൽ കമ്പനി പിന്നെ ഷെയർ വിൽക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി റെസ്ട്രിക്ഷനിൽ പറയുന്നതാണ്. ഓക്കെ, ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. നമ്മുടെ വീഡിയോ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഓക്കെ.